വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്നത്തെ നമ്മുടെ വചനഭാഗം 1 കൊറിന്തോസ് 10 അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനഭാഗമാണ്. കടലിലൂടെ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നവരാണ് അവർ. ആകാശത്തു നിന്ന് വീണ മന്ന ഭക്ഷിച്ചവർ. എന്നിട്ടും എന്തേ അവരിൽ പലരും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലം എന്നത് വെറും ഉപവാസമല്ല എന്ന് ഓരോ എപ്പിസോഡിലും ഞാൻ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു തിരിച്ചുവരവാണ്. ഞാൻ സുരക്ഷിതനാണ് എന്ന് കരുതി നിൽക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പാണ് ഇന്നത്തെ ഈ വചനം. ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം എല്ലാ ആത്മീയ ആനുകൂല്യങ്ങളും നൽകി. മേഘസ്തംഭവും അഗ്നിസ്തംഭവും വഴി അവരെ വഴി നടത്തി. ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് അവർക്ക് ആത്മീയ പാനീയം കുടിക്കാൻ അനുവാദവും നൽകി. പക്ഷേ വചനം പറയുന്നു, അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. എന്തുകൊണ്ട്? അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടോ സഭയിൽ സജീവമായതുകൊണ്ടോ മാത്രം ഒരാൾ ആത്മീയമായി പൂർണ്ണമാകുന്നില്ല എന്ന് ഇന്നത്തെ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വീഴ്ചകൾ തുടങ്ങുന്നത് നമ്മുടെ അമിതമായ ആത്മവിശ്വാസത്തിൽ നിന്നാണ്. എനിക്ക് പാപം ചെയ്യാൻ പറ്റില്ല, ഞാൻ കുറേ നോമ്പ് എടുക്കുന്നതാണ്, ഞാൻ സ്ഥിരമായി പള്ളിയിൽ പോകുന്നവനാണ് എന്നൊക്കെയുള്ള ചിന്തകൾ വളരെ അപകടകരമാണ്. പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നുണ്ട്, താൻ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ. നോമ്പ് കാലത്ത് നാം ശാരീരികമായി തളരുമ്പോഴും ആത്മീയമായി അമിത ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. പരീക്ഷകളില്ലാത്ത ജീവിതമില്ല. പക്ഷേ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ കഴിവിനപ്പുറമുള്ള ഒരു പരീക്ഷയും നിങ്ങളെ തേടി വരില്ല. പരീക്ഷയോടൊപ്പം തന്നെ അതിനെ അതിജീവിക്കാനുള്ള ഒരു എക്സിറ്റ് ഡോർ അഥവാ രക്ഷാമാർഗവും ദൈവം ഒരുക്കിയിട്ടുണ്ട്. നാം വീണു പോകുന്നത് പരീക്ഷയുടെ കാഠിന്യം കൊണ്ടല്ല, നേരെ മറിച്ച് ദൈവം ഒരുക്കിയ ആ രക്ഷാമാർഗം നോക്കാതെ നമ്മുടെ സ്വന്തം വഴിക്ക് പോകുന്നത് കൊണ്ടാണ്. ഈ നോമ്പുകാലം നമ്മുടെ ആത്മീയ അഹങ്കാരങ്ങളെ കുരിശിൻ്റെ ചുവട്ടിൽ ഇറക്കി വയ്ക്കാനുള്ള സമയമാണ്. നിൽക്കുന്നുവെന്ന് കരുതുന്നവർ വീഴാതിരിക്കട്ടെ. പരീക്ഷകളിൽ തളരാതെ ദൈവം നൽകുന്ന വഴിയിലൂടെ മുന്നേറാൻ നമുക്ക് പരിശ്രമിക്കാം. ഓർക്കുക, വീഴാതിരിക്കാൻ വഴി നടത്തുന്ന ദൈവത്തെക്കാൾ വലിയൊരു സുരക്ഷ മറ്റൊന്നും ഈ ലോകത്തിലില്ല. മരുഭൂമിയിലെ വെയിൽ കായുമ്പോഴല്ല, മറിച്ച് ദൈവത്തിൻ്റെ തണൽ നഷ്ടപ്പെടുമ്പോഴാണ് നാം തളർന്നു പോകുന്നത്. ഈ നോമ്പ് നമ്മെ ദൈവതണലിലേക്ക് അടുപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ദൈവമേ, ഈ നോമ്പ് കാലത്ത് എൻ്റെ കുറവുകളെയും അഹങ്കാരത്തെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വീണു പോകാതിരിക്കാൻ എന്നെ താങ്ങേണമേ. പരീക്ഷകളിൽ തളരുമ്പോൾ അങ്ങ് ഒരുക്കുന്ന രക്ഷാമാർഗം തിരിച്ചറിയാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ.